ഷിബുവിന്റെ മുഴുത്ത ആപ്പിൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും. ചേച്ചി പുളിയാ ചോര തെറിക്കുന്ന ആപ്പിൾ കണ്ടിട്ട് ചേച്ചി ഇതുപോലെ കടിച്ച് പറിക്കാൻ തോന്നുന്നു ചേച്ചി. വാങ്ങുവാസി ചേച്ചി, ക്ഷേമേടത്തെയൊക്കെ സ്ഥിരം തിന്നണല്ലേ. നല്ല തുടുതുടുത്ത ചോര വന്ന മറിയാൻ ഷക്കീല നമിത ആപ്പിൾ. ഷിബുവിന്റെ ആപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോ ചേച്ചി. ഭക്ഷണത്തിനും വീട്ടമ്മമാരോടായ അതൊക്കെ അവർ സഹിച്ചേക്കുമെന്ന് അവർക്കറിയാം. എന്നും അമ്മമാർ അങ്ങനെ തന്നെയാ. ആര് ചോദിക്കാൻ? വീട്ടിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ തിരുളി യുദ്ധം നടക്കും. ഒടുക്ക അതിൻ്റെ പഴിയും ഞങ്ങൾ തന്നെ കേൾക്കണം. അനുഭവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കതൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്തില്ലേ? ഈ സിറ്റിയിൽ ഞങ്ങൾ ഒട്ടും സേഫ് അല്ല മാഡം. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കണ്ണും കാതും തുറന്നു പിടിച്ച് ജീവിക്കണം. എന്നാലേ ഇവന്മാരുടെയൊക്കെ വഷളത്തിനും തിരിച്ചറിയാൻ പറ്റും. ഗ്യാസിൻ്റെയും പച്ചക്കറിയുടെയും വില മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് മാഡം. ഞങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. I will take care of it. Don't worry, Vasuki. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്ത്രീ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ പാടില്ല. റാസ്കൽസ്. ഇവന്റെയൊക്കെ വഴിവാണിപ്പോ ഞാൻ ഇതോടെ തീർത്തേക്കാം. താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൂളായിട്ടിരിക്കും. രമണി, എസ് ഐ ബാബയുടെ ജീപ്പുമായിട്ട് ഇറങ്ങാൻ പറയും. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നോട്ടോട്ടായിരുന്നു. എന്റെ സാറാ ഷിബുനെ പോലീസ് അടിച്ച് പഞ്ചറാക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ആപ്പിളാന്ന് പറഞ്ഞ തന്നില്ലേ, അതും മെഴുകു പറ്റില്ലായിരുന്നോ വാക്സ്. അവൻ ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കണം? സാറും കൂടെ വിളിക്കണേ. ഞാൻ ആ ജില്ലാ സെക്രട്ടറി വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ അവനെ ഇപ്പൊ ഇറക്കാം. സാറിന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ ഉണ്ടല്ല, ഇടിച്ചിട്ടുണ്ടല്ല, കൊരച്ചിട്ടുണ്ടല്ല, ചാകണം. ശരിയാണ്, ചതിക്ക് ഏറ്റവും നല്ല ശിക്ഷ ഇടിയാണെന്ന് ചെകുവര പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് ചെകു? ആരാണെന്നാ? എടാ വന്നി വല്ലപ്പോഴൊക്കെ ബൈബിളൊക്കെ വായിക്കി. എടാ നിനക്കൊക്കെ നാണമില്ലേ നസ്രാണിയാന്നും പറഞ്ഞു നടക്കാം. ആദ്യം പുണ്യാളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അത് തന്നെ. പൂർണിമ റാവു വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭർത്താവിനെ സ്ലോ പോയിസൺ കൊടുത്ത് തട്ടിക്കളഞ്ഞ ഭാര്യയുടെ കേസാ. ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച പോയിസൺ എന്താണെന്നറിയോ? മാരക വിഷം തളിച്ച് നട്ട് വളർത്തിയ പച്ചക്കറിയിൽ നിന്നുണ്ടാക്കിയ സാമ്പാർ, വേപ്പലക്കട്ടി, ചീരത്തോരൻ. ഇതൊക്കെ കഴിച്ചവൻ തട്ടിപ്പോവും. വിളമ്പേന്റെ പേര് കേസ് ഉണ്ടാവില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആ സുരയുടെ കയ്യിൽ നിന്ന് ഒരു 1/2 കിലോ ആകോല് വാങ്ങിച്ച് ഒരു 10-15 വറ്റൽമുളകും ഇച്ചിരി ഉപ്പും ചേർത്ത് അരച്ച് ഒരു തോടെ ആട്ടിയ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ഇരുന്നാഴി അരിയുടെ ചെമ്പാവരി ചോറ് ഞാൻ ഇരുന്ന ഇരിപ്പി കൊണ്ടും പുരിഞ്ചിതാ. എന്നാ മീൻകാരൻ വന്നില്ല. ചിക്കൻ ബോക്സ് വന്നിട്ടും സുനാമി വന്നിട്ടും മുടങ്ങാത്തവനാണല്ലോ. അവന് എന്ത് പറ്റി? വായയുടെ ചവർപ്പറം ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ? അശുബിനെ പോലീസ് കൊണ്ടുപോയി. ആ ശരിയാ, പഴക്കടക്കാരനെ പോലീസ് കൊണ്ടുപോയി, മീൻകാരനെ കാണാനുമില്ല. ഈ രാജ്യത്തിന് ഭരണമില്ല. എന്തൊരു കൊള്ളരുതായ്മ ഇത്. അല്ലെങ്കിൽ തന്നെ ആപ്പിളിലൊക്കെ വാക്സ് വെച്ച് വിറ്റാൽ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ആപ്പിളും മുറിച്ച് പീസാക്കണം. ഇന്നാകെ പണിമുടക്കൊന്നു തോന്നി. ഈ മീൻകാരൻ സുരീത് എവിടെ പോയി കിടക്കാം? എത്ര നേരമായി? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ സെക്രട്ടറി, നമ്മുടെ മീൻകാരൻ സൂര്യ കാണുന്നില്ലല്ലോ. ഇന്നലെ 2-3 ഇറ്റാലിയൻ നാവികര് കടലിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇപ്പൊ അവന്മാര് വെടിവെച്ച് കളിച്ചപ്പോഴാ മറ്റേ തട്ടി പോയിട്ടുണ്ടാവും. ശേഷിമാര് സൂര്യയുടെ അമോണിയം ചാളൊക്കെ അഡിക്റ്റ് ആയി പോയി കാണും അല്ലേ? തമാശയാ. ഹലോ മാഡം. ഐ എം ഓൾവേസ് വിത്ത് വുമൻ. വാസുകിയുടെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഷിബു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. സോ യു ജസ്റ്റ് റിലാക്സ്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡ് ആളൊരു കൂൾ ക്യാറ്റ് ആണല്ലേ? അല്ല, നടന്നതൊക്കെ അറിഞ്ഞാൽ ലൂയിസ് അവരെ കൊല്ലും. അപ്പോ അവരെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അത് വാസുകി, ഞാനൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം നിങ്ങൾ ഇപ്പോഴും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ഉള്ളു തുറക്കാൻ മനസ്സില്ലാത്ത ഒരാളും ഈ സമയത്ത് ഈ നമ്പറിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി മാഡം. ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറയണം. ഒരു നല്ല ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സംഭവിച്ചത് എന്താണെന്ന് പറയൂ. പറഞ്ഞോളൂ വാസുകി. ഞാൻ
സംഭവിച്ചത് IPC 376. What do you say? വാസുകി, I'm a victim of... കൃത്യമായി പറഞ്ഞ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായി വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിലിന്റെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആഷിക്കപ്പനൊന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത ഖത്തറിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂരിൽ നഴ്സായി ജോലി ചെയ്യുന്ന ടെസ കെ എബ്രഹാം എന്ന 22-കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിഖ് അബുവിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽഡൺ കോമ്രേഡ്. അവസരവാദി LP തിയേറ്ററിൽ എങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിഖ് മാരസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കട്ടെങ്കിലും ഒഴിവായി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷനാ, ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശകളാ, വാ പോയി നോക്കാം. വാങ്ങ LP, എനിക്ക് ഏതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധമില്ലെന്നേ. നമ്മൾ ഹൈ റേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. ചേച്ചി ജാക്കറ്റ് സേലന്താ കൊടുങ്ങ, 9 മണി തരാം. നോക്കട്ടെ. ചേച്ചി, ഞാനും ആര്യനൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെന്നി ഉണ്ടെന്നാ വക്കീലിന് കൊടുക്കും. നീ പോടാ ചക്ക, നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക് അവന്റെ ഒരു ഫെനി. ഇത് ടൂബയിലെ കനിമോഹന്റെ അനിയൻ സുധീം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്.
തോന്നിയ ദിവസം കാണിക്കുന്നോ? ഒരു കിരീടം ക്ഷേമെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടെ അല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എൻ്റെ അമ്മ. അവരെൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ലേ ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് വേണം. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்ன மன்னிச்சிருங்க. எங்கடி ஓடுற? ஆடிங்க வா. வாய பொத்து.
പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. 5 വീട്ടമ്മമാരാ, ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇതുണ്ടോ, ഒച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. പെൻ ക്യാമറയാണ്. പെടക്കാണ്ട് കിടക്ക് ചേച്ചി. ബോധം തെളിഞ്ഞപ്പോഴാ അവരെന്നെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലായത്. മൂന്നാണുങ്ങളുടെ തുപ്പലും വിയർപ്പും ചോരയും വീണ ഒരഴുക്കു കുപ്പയായിപ്പോയി ശരീരം. എത്ര കുളിച്ചാലും ഇനി ശുദ്ധിയാവില്ല. ഉറക്കെ ഒന്ന് കരയാൻ പോലും എനിക്ക് ലജ്ജ തോന്നി മാഡം. ലൂയിസും മോളും മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുന്നത് ആ നായ്ക്കള്, പകരം ശിക്ഷിക്കപ്പെടുന്നതും ലോകം പരിഹസിക്കുന്നതും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകളെ ലൂയിസിനെ ആയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ് അവറ്റകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. റൂം കിട്ടിയോടാ? ഓക്കെ ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ വാസുകിയൊന്നും ബാത്റൂമിൽ വീണു. നോ ബട്ട് ഷീ ഈസ് ഫൈൻ, ഫ്രാക്ചർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. ഈ ചെക്കൻ ഭയങ്കര ഹ്യൂമറസാ. കഴിഞ്ഞ ദിവസം പറയാ, ഡിവോഴ്സ് കേസ് എടുക്കുന്ന ഈ വക്കീലന്മാരിൽ ഒട്ടുമിക്ക എണ്ണവും എടുക്കും ഡിവോഴ്സ് ആവുന്നു. ആവോ? ഹലോ വാസുക്ക്, എന്താ പറ്റി? എന്താണെന്ന് മിണ്ടാത്ത? മിണ്ടണോ? മാളമില്ലാത്ത മൂർഖനും തുണിയില്ലാത്ത പെണ്ണും ഒരുപോലെ വലിഞ്ഞു കയറി വന്ന് കുത്തും.
എന്താ 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 എനിക്ക് ഈ ഓൾഡ് മലയാളം ഒന്നും മനസ്സിലാവില്ലേ. എൽ പി വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരണേ? ചക്കയോ തേങ്ങയോ? തേങ്ങയാണെങ്കിൽ എനിക്ക് 2 എടുത്ത് വെക്കണേ. സർപ്രൈസ്. ഇതാരാ വന്നിരിക്കുന്ന നോക്കി. എന്നാ പറ്റി? അത് ഇന്നലെ കുളിമുറിയിൽ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക. അതെങ്ങനാ മെയ്സാധകമെന്നും പറഞ്ഞാൽ കുളിമുറി മുഴുവൻ എണ്ണ കുളമാക്കി വെച്ചിരിക്കില്ലേ? ഓ നിർത്തടാ, വയ്യാണ്ടിരുന്ന കുഞ്ഞിനോടാണോ നീ തട്ടിക്കയറുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ആഹാ, നല്ല വീട്, നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട്. മോള് വാ, മോളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ, വാ. ചോദിച്ചോ, കഥകളിയൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് മതി. അമ്മച്ചിയോട് മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. വേദന ഒരുപാടുണ്ടോ? ഇവള് നസ്രാണിയല്ലെന്ന് ആരാടാ പറഞ്ഞത്? ആ പൊട്ടൊന്ന് തൂത്ത് കളഞ്ഞ ആ മുഖത്തോട്ടം നോക്കിക്കേ, നല്ല 1-ാം തരം തിരുവല്ലക്കാരി പെങ്കൊച്ച്. പിന്നെ പേരൂടെ മാറ്റിയേക്കാം. കത്രീന കേഫ്. പേര് കൊള്ളാം, പക്ഷേ ഇവക്ക് ചേരുകയല്ല. ഞാനല്ല, ഇനി ഇവളാ പാറ തറവാട്ടിലെ അമ്മ. 8 വർഷം വെറുതെ കളഞ്ഞു. ഞാൻ നേരത്തെ മോളെ കാണാൻ വരേണ്ടതായിരുന്നു. എടാ, ഏനക്കിടക്ക് മാറിക്കഴിയുമ്പോഴേ നീ ഇവളെയും കൂടി തറവാട്ടിലേക്ക് വന്നേക്കണം, കേട്ടോടാ പോത്താ. എന്റെ അപ്പന് പറയുന്നു കേട്ടോ. അല്ല, ഇതെന്നാ മറിമായ്മ? അമ്മച്ചിക്ക് അവള് വല്ല കൈവേഷം തന്നു? ഞാനും ഒരു മരുമോളൊക്കെ ആയിരുന്നില്ലടാ. ഒരു പെണ്ണിന്റെ വിഷമൊക്കെ എനിക്ക് അറിയാവടാ. വെറുതെ 5-8 വർഷം കളഞ്ഞു, വാശിയും പിടിച്ച്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ, ഇന്നെനിക്ക് പോണവടാ. ഞാൻ ഇനിയും വരാം, ഇന്നങ്ങ് പോട്ടെ. ചായ കുടിക്കും. എന്തെങ്കിലും അമ്മച്ചനെ തേടി വരുമ്പോ ആ ദിവസം ഉത്സവമാക്കി മാറ്റണമെന്ന് കരുതിയതാ. എനിക്കൊരിക്കലും ഇനി ലൂയിസിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ശുദ്ധി നഷ്ടപ്പെട്ട ഏതൊരു ഭാര്യയും ഭർത്താവ് ഉപേക്ഷിക്കും. എന്റെ മോള് പോലും എന്നെ വെറുക്കും. ഞങ്ങൾക്കിനി പിരിയാനേ പറ്റൂ. ഇതാണ് എനിക്ക് സംഭവിച്ചത്. Terrible. I can't even imagine it. വസുകി, 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് അവന്മാരെ പൊക്കാൻ. തന്റെ കംപ്ലൈൻസ് ചാർജ് ചെയ്യാൻ പോവാ. ഇല്ല മാഡം, ഞാൻ അവരെ ഒരു നിയമത്തിനും വിട്ടുതരില്ല. ആരും അറിയാതെ 3 എനിക്ക് കൊല്ലണം. എൻ്റെ ഈ കൈ കൊണ്ട്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന് അതിനു വേണ്ടിയാ. താൻ അവരെ എനിക്ക് വിട്ടതാ. കോടതി അവരെ ശിക്ഷിച്ചോളൂ. പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുന്നിൽ തല കുനിച്ച് നിന്ന് തരില്ല ഞാൻ. മാഡം, ഈശ്വരനാണ് അവരെ കൊണ്ട് ആ പെൻ ക്യാമറ അവിടെ മറന്നിടിക്കാൻ തോന്നിപ്പിച്ചത്. ആര്യനു സുതിപ്പോ ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോയിട്ട് 12 ദിവസം കഴിഞ്ഞു. 3-ാമതൊരുത്തനുണ്ടല്ലോ, ആ തമിഴൻ തേപ്പുകാരൻ, അവനെവിടെ? അവൻ അന്ന് എന്നെ നാട്ടിലേക്ക് മുങ്ങി. ആര്യനും സുദീപും മടങ്ങി വരാൻ സമയമായി. പക്ഷേ ഇവ മാത്രം എപ്പം വരുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എനിക്ക് പകരം ചോദിക്കാനുള്ള മുഹൂർത്തം. മാഡം എൻ്റെ കൂടെ നിൽക്കണം. പോലീസ് ഓഫീസറായിട്ടല്ല, ഒരു സഹോദരിയായിട്ട്. വസുകി, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടത് കോടതിയല്ലേ, നമ്മളല്ലല്ലോ. കേസും വിസ്താരവും വിധിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം. വസുകി, ഞാൻ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനടക്കം അമ്മമാർ നശിപ്പിച്ച 6 വീട്ടമ്മമാർക്ക് വേണ്ടി കോടതിയെയും നിയമത്തെയും മറക്കണം. ഇനി ഈ സിറ്റിയിൽ 7ാമതൊരു വീട്ടമ്മയെ അവമാനിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരോട് കണക്ക് വീട്ടണം.